ഇന്നാണ് ജാനിയുടെ ലാസ്റ്റ് എക്സാം. ഇന്ന് തൊട്ട് ക്രിസ്മസ് ലീവ് തുടങ്ങുകയാണ്. ഇത്രയും ദിവസം ആദി അവളെ നല്ല കാര്യമായി തന്നെ കുത്തിയിരുത്തി പഠിപ്പിച്ചിരുന്നു. അവൾ എന്തെങ്കിലും പിണക്കം നടിച്ചാലും ഒരു ഉമ്മയിലൂടെ അതവൻ കോംപ്രമൈസ് ചെയ്തു കളയും. കിട്ടിയ അവസരങ്ങളെല്ലാം അവൻ മുതലെടുത്തെന്ന് സാരം. പക്ഷേ അതൊന്നും ഇതുവരെ അതിരുവിട്ടു പോയിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം. എന്തായാലും ഇത്രയും ദിവസം അധ്വാനിച്ച് പഠിച്ചതിന്റെ ഗുണം ജാനിക്കുണ്ടായിരുന്നു. കാരണം പൊതുവെ എക്സാം ടൈമിൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കാറുള്ളവൾക്ക് ഇപ്രാവശ്യത്തെ എക്സാം എല്ലാം എളുപ്പമായിരുന്നു. അമ്മുവിനും വിച്ചുവിനും അവൾ പഠിച്ചതിന്റെ ഒക്കെ ടിപ്സ് പറഞ്ഞു കൊടുത്തതിനാൽ അവരും വലിയ കുഴപ്പമില്ലാതെ എഴുതി. അങ്ങനെ ലാസ്റ്റ് പരീക്ഷയും കഴിഞ്ഞ് ഗ്രൗണ്ടിലുള്ള വാഗമരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ് മൂന്നും. ആദ്യയെ കാത്തുള്ള ഇരിപ്പാണ്. ഹോ, ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ, സമാധാനം. വിച്ച് കയ്യിലുള്ള പേപ്പർ കറക്കിക്കൊണ്ട് പറഞ്ഞു. അത് തന്നെ, ഇനി 10 ദിവസം സുഖമായി കിടന്നുറങ്ങണം. ജാനിയും അത് ശരിവെച്ചു. ഇപ്പൊ കിടക്കും, നോക്കിയിരുന്നു. നിങ്ങൾക്കൊന്നും ബോധമില്ലേ പിള്ളേരെ? 3 അസൈൻമെന്റ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അമ്മു അവരെ രണ്ടിനെയും നോക്കി പുച്ഛിച്ചു. അപ്പോ എനിക്കൊരു മോചനമില്ലല്ലേ? ശോ, ജാനി സ്വയം തലക്കിട്ടടിച്ചു. എന്തിൽ നിന്ന് മോചനമില്ലെന്ന്? ആ ശബ്ദം കേട്ടതും മൂന്നും ചാടി എഴുന്നേറ്റു. ഒന്നുമില്ല ദത്തേട്ട. ജാനി വേഗം തന്നെ മുഖത്തൊരു ചിരിയും ഫിറ്റാക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളി. നിങ്ങൾക്ക് രണ്ടിനും വീട്ടിൽ പോകാനായില്ലേ? ഞങ്ങൾ പോകാൻ നോക്കുക. ആദിയുടെ ചോദ്യം കേട്ടതും വിച്ചു പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനി എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വന്ന് വണ്ടിയിൽ കയറ്. ഞങ്ങളൊന്ന് മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നുണ്ട്. ആദി അങ്ങനെ പറഞ്ഞതും ജാനിയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. കാരണം മുത്തശ്ശിയെ ഒന്ന് ചെന്ന് കാണാൻ അവൾ അത്രമേൽ ആഗ്രഹിച്ചതാണ്. ദിവസവും വിളിക്കുമെങ്കിലും നേരിട്ട് കാണുന്നത് പോലെ ആവില്ലല്ലോ. പരീക്ഷയുടെ തിരക്ക് കാരണമാണ് ഇത്രയും ദിവസം അങ്ങോട്ടേക്കൊന്ന് പോകാൻ സാധിക്കാഞ്ഞത്. അത് മനസ്സിലാക്കിയെന്നോണം ആദി പറഞ്ഞപ്പോൾ അവൾക്ക് അവനോട് അത്രമേൽ ഒരിഷ്ടം തോന്നി. ജാനി കോ ഡ്രൈവിംഗ് സീറ്റിലും അമ്മുവും വിശുവും ബാക്കിലുമാണ് കയറിയത്. കുറച്ചു ദൂരം പിന്നിട്ടതും ആദ്യ ഒരു റെസ്റ്റോറന്റിന് പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റി. വാ, ഇറങ്ങ്. 2 മണിയാകാനായില്ലേ? ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം. ആദ്യം അത് പറഞ്ഞതും മൂന്നിന്റെയും മുഖം 100 വാട്ടിന്റെ ബൾബ് ഓണാക്കിയതുപോലെ കത്തി. റെസ്റ്റോറന്റിലേക്ക് കയറിയതും ഫാമിലിക്ക് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ക്യാബിൻ പോലെയുള്ളതിലേക്കാണ് ആദി അവരെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? മെനു കാർഡ് നോക്കിക്കൊണ്ട് ആദി അവരോട് ചോദിച്ചു. എന്തായാലും കുഴപ്പമില്ല സർ. അവനോട് പറയാനുള്ള ജാള്യതയിൽ വിച്ചു അങ്ങനെയാണ് മറുപടി കൊടുത്തത്. നിനക്കെന്താ വേണ്ടത് ജാനി? ആദി ജാനിയുടെ നേർക്ക് തിരിഞ്ഞു. എനിക്ക് മന്തി മതി. വിച്ചുവിനും അമ്മുവിനും ജാനിക്കും എല്ലാം ഇഷ്ടമുള്ള ഐറ്റമാണ് മന്തി. അവർക്ക് അവനോട് പറയാൻ മടി കാണുമെന്ന് മനസ്സിലാക്കിയാണ് ജാനി അങ്ങനെ പറഞ്ഞത്. അമ്മയ്ക്കും വിശാലിനും അതുതന്നെ ഓർഡർ ചെയ്യട്ടെ? അവൻ ചോദിച്ചതും രണ്ടും വേഗം തന്നെ തലയാട്ടി. വെയിറ്റർ വന്നപ്പോൾ ആദി മന്തിയും അൽഫാമും എല്ലാം ഓർഡറാക്കി. നിങ്ങളെന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? മൂന്നും എക്സാം ഹാളിൽ ഇരിക്കുന്നത് പോലെ നിശബ്ദമായി ഇരിക്കുന്നത് കണ്ടതും ആദി ചോദിച്ചു. ഒന്നുമില്ല സർ. ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണോ? നിങ്ങളിങ്ങനെ എയർ പിടിച്ചിരിക്കുമെന്നും വേണ്ട. അതിനവരൊന്ന് തിരിച്ച് ഇളിച്ചു കാണിച്ചതേയുള്ളൂ. അവസാനം ആദി മുൻകൈ എടുത്ത് അവരോട് ഓരോന്നും ചോദിച്ചും പറഞ്ഞും രണ്ടിനെയും ഒന്ന് റിലാക്സ് ആക്കി. അപ്പോഴേക്കും കഴിക്കാനുള്ള ഫുഡും എത്തിയിരുന്നു. അവരെടുക്കാൻ മടിച്ചിരിക്കുന്നത് കണ്ടതും ആദി തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ആദി സാർ ഇത്രയും ജോളി ടൈപ്പാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നേ. വാഷ്റൂമിൽ നിന്ന് കൈ കഴുകുന്നതിനിടെ അമ്മു അവരോട് പറഞ്ഞു. ആദി നേരത്തെ കൈയൊക്കെ കഴുകി ബില്ലടയ്ക്കാനായി പോയിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് മൂന്നിന്റെയും സംസാരം. സത്യം, ക്ലാസ്സിലാള് ടെററാണെങ്കിലും ഇപ്പം നമ്മളോടെന്ത് കാര്യമായിട്ടാ സംസാരിച്ചേ? എൻ്റെ ദത്തേട്ടൻ സൂപ്പർ അല്ലേ? പിന്നെ സൂപ്പറാ. വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കിക്കോ, നിന്നെ ഇരുത്തി പഠിപ്പിക്കും. വിച്ചു അവളെ ചൊടിപ്പിക്കാനായി പറഞ്ഞു. അത് കേട്ടതും ജാനിയുടെ ചുണ്ടുകൾ കൂർത്തു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേടാ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ. ജാനി അവനെ നോക്കി തൊഴുകയ്യാലെ പറഞ്ഞു. നീ ഒന്ന് അടങ്ങു വിച്ചു. ആ പെണ്ണിന്റെ ഉള്ള സമാധാനവും കൂടി കളയല്ലേ. അമ്മു അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ജാനിയുടെ ഫോണിലേക്ക് ആദിയുടെ കോൾ വന്നു. അവൾ വേഗം വന്ന് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ ദത്തേട്ടാ. നിങ്ങൾ കഴിഞ്ഞില്ലേ ജാനി? ഞങ്ങൾ വരുവാ. അതും പറഞ്ഞ് അവരെയും കൂട്ടി ജാനി റെസ്റ്റോറന്റിന് പുറത്തേക്കിറങ്ങി. ആദി മൂന്നിനെയും കാത്ത് കാറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. സോറി ദത്തേട്ടാ. ജാനി ആദിയുടെ മുന്നിലെത്തിയ പാടെ പറഞ്ഞു.
എന്തിന്? അതൊന്നും കുഴപ്പമില്ല, നിങ്ങളെ കാണാത്തത് കൊണ്ട് വിളിച്ചതാ. ആദ്യം അവർക്ക് ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. വഴിയിൽ അമ്മുവിനെയും വിശുവിനെയും ഇറക്കി ജാനിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു നേരമായിരുന്നു. ആ, നിങ്ങളായിരുന്നു. നീ എന്താ ജാനി ഒന്ന് വിളിച്ചു പോലും പറയാഞ്ഞേ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കില്ലായിരുന്നു. കാറിന്റെ ഹോണടി കേട്ട് ഡോർ തുറന്ന സുഭദ്ര ജാനിയെയും ആദിയെയും കണ്ടതും വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ചോദിച്ചു. അതുകൊണ്ടല്ലേ മുത്തശ്ശി വിളിക്കാതെ വന്നത്? ഇപ്പോൾ ഓടിപ്പിടച്ചു പോയി ഒന്നും ഉണ്ടാക്കേണ്ട, ഞങ്ങൾ വയറു നിറച്ചും കഴിച്ചിട്ടാ വന്നേ. ആദി കാർ ലോക്കാക്കി സുഭദ്രയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അതേ മുത്തശ്ശി, കൂടെ വിച്ചുവും അമ്മുവും ഉണ്ടായിരുന്നു. അവരെ അവരുടെ വീട്ടിലിറക്കിയിട്ടാ വന്നേ. ജാനി കൂടെ പറഞ്ഞതും സുഭദ്ര മറുത്തൊന്നും പറയാതെ അവരെയും കൂട്ടി അകത്തേക്ക് കയറി. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ ജാനൂട്ടി? സുഭദ്ര അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇന്നുകൊണ്ട് കഴിഞ്ഞു മുത്തു. എന്നാൽ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നൂടെ മോളെ നിനക്ക്? മുത്തശ്ശി അങ്ങനെ ചോദിച്ചതും ജാനിയുടെ നോട്ടം പോയത് ആദിയിലേക്കാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാം മുത്തശ്ശി. ക്രിസ്മസ് നമുക്ക് ഇവിടുന്ന് ആഘോഷിക്കാം. ആദിയാണ് സുഭദ്രയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത്. അത് കേട്ടതും ജാനിയുടെ കണ്ണുകൾ തിളങ്ങി. കാരണം അവളായിട്ട് ചോദിക്കാനിരുന്നതാണ് കുറച്ചു ദിവസം മുത്തശ്ശിയുടെ അടുത്ത് വന്ന് നിന്നോട്ടെ എന്ന്. പക്ഷേ ഇപ്പം മുത്തശ്ശി ചോദിച്ചത് കൊണ്ട് അവൾക്കതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെയും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് ചായയും കുടിച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. ജാനി ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയിട്ട് കിടക്കാനായി നോക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ആദിയുടെ വിളി വന്നത്. എന്താ ദത്തേട്ടാ? ഒരു സംശയത്തോടെ അവൾ ആദിയുടെ അടുത്തേക്ക് ചെന്നു. കിടക്കാൻ പോകുവാണോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, സമയം 10 മണി കഴിഞ്ഞില്ലേ, അതുകൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അവൾക്കിപ്പോഴും ആദി എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലായില്ല. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇങ്ങു വാ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാലോ. അകത്തുനിന്ന് ആ ഷോളും എടുത്തോ, തണുപ്പുണ്ട്. ജാനി വേഗം പോയി ഷാൾ എടുത്തുകൊണ്ട് അവനരികിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും ആദി അവളെ പൊക്കി അവന്റെ മടിയിലേക്ക് ഇരുത്തി ഇറുക്കെ പുണർന്നിരുന്നു. ജാനി വെപ്രാളപ്പെട്ട് അവന്റെ മടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. അടങ്ങിയിരിക്കു കുഞ്ഞെ. ആദിയുടെ ശബ്ദം ചെവിക്കരികിൽ വന്ന് പതിച്ചതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. തൊണ്ടക്കുഴി ഉമിനീരിറക്കാനാവാത്ത വിധം വറ്റി വരണ്ടു. ദത്തേട്ടാ, അവൾ ഒട്ടൊരു പരിഭ്രമത്തോടെ അവനെ വിളിച്ചു. എന്തോ? ആദി ഒരു ഈണത്തിൽ ആ വിളി കേട്ടു. അവന്റെ കുസൃതി ഒളിപ്പിച്ച മറുപടിയിൽ അവൾ വീണ്ടും വിവശയായി. ജാനിയുടെ നെറ്റിത്തടത്തിലും മേൽച്ചുണ്ടിലും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. എന്നെ വിടുമോ? ജാനി പിന്നെയും ഒന്ന് കെഞ്ചി നോക്കി. പക്ഷെ അവളെ വിടാൻ തയ്യാറല്ലാത്തതുപോലെ അവൻ പിന്നെയും അവളിൽ പിടുത്തം മുറുക്കി. നീ എന്തിനാ ജാനൂട്ടി ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ ദത്തേട്ടനല്ലേ? അവന്റെ ആർദ്രമായ സ്വരം പിന്നെയും കാതുകളിൽ പതിച്ചപ്പോൾ ജാനി ഒന്ന് കഴുത്ത് വെട്ടിച്ചു. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതിനാൽ അവൾ അവന്റെ മടിയിൽ നിന്ന് മാറാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരുന്നു. ആദി അവളെയും കൊണ്ട് സിങ്ങിലേക്ക് ചാഞ്ഞിരുന്ന് ജാനിയുടെ തോളിലേക്ക് താടിയൂന്നി. കുറെ നേരം മൗനമായി രണ്ടുപേരും ആ ഇരിപ്പ് തുടർന്നു. നിനക്കിപ്പോഴും എന്നെ പേടിയാണോ കുഞ്ഞെ? ആദിയുടെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ഇല്ലല്ലോ, ജാനി അവന് നേരെ തല ചെരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിനാ ഇപ്പോഴും ഞാൻ അടുത്തു വരുമ്പോൾ നീ ഇങ്ങനെ കിടന്ന് പരുങ്ങുന്നേ? ആദി അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ജാനി വേഗം തല വെട്ടിച്ച് നേരെയിരുന്നു. എനിക്ക് പേടിയായിട്ടാണോ? അല്ല, ഒരിക്കലും പേടിയല്ല. മുൻപുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ദത്തേട്ടൻ അടുത്തു വരുമ്പോൾ ഹൃദയം താളം തെറ്റി മിടിക്കുകയാണ്. ആ സാമീപ്യത്തിൽ ആകെ മൊത്തം പരവേശം വന്നു മൂടുന്നു. തന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ എങ്ങനെ ആദിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ജാനിക്ക് തിരിയുന്നുണ്ടായിരുന്നില്ല. അതെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. ആദി അവളുടെ തലയിൽ മെല്ലെ ഒന്ന് കൊട്ടി. ജാനി തലയിൽ കൈവച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി കാന്താരി നോക്കി പേടിപ്പിക്കുന്നേ? അവൻ ജാനിയെ നോക്കി കണ്ണുരുട്ടി. അവൾ അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചുണ്ടുകോട്ടി. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാന്നാ ഞാൻ ചോദിച്ചേ? ആദി അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു. ജാനി ഒന്ന് എരിവ് വലിച്ചു പോയി. അതെനിക്കറിയില്ല, എനിക്ക് എന്തോ പോലെ തോന്നും. എന്തുപോലെ? ഇൻ എ ഗുഡ് വേ ഓർ ബാഡ് വേ? ആദി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ജാനിയുടെ മുഖം അവന് നേരെയാക്കി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ആ നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ പിടച്ചു.